ഇത് 4-ാം ദിവസത്തെ യാത്ര. കൊടൈക്കനാലിൽ ചെന്നിട്ട് ഗുണ കേവ് കാണാതെ പോരുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. നമ്മൾ തലേന്ന് പോരാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നല്ല മഴയൊക്കെ ആയതുകൊണ്ടിട്ട് നമുക്ക് ഹെയർ പിൻ ഇറങ്ങി വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളവിടെ സ്റ്റേ ചെയ്തു. ഇവിടെ നല്ല ഡാൻസാണ് ഇവിടെയൊക്കെ. പിന്നെ രാവിലെ തന്നെ നമ്മൾ ഗുണ കേവ് കാണാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ വരുന്ന സ്ഥലത്ത് കുറച്ച് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്, നമ്മളതൊന്നും കണ്ടില്ല. അപ്പോൾ വാപ്പച്ചിക്കൊക്കെ നല്ല വിശന്നിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് രാവിലെ മാഗി കഴിച്ചിരുന്നു. ഇത് കാണാതെ പോയെങ്കിൽ വളരെ നഷ്ടമായി പോയേനെ കേട്ടോ. കാരണം ഉമ്മച്ചിയൊക്കെ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, കൊടൈക്കനാലൊക്കെ കാണുന്നത്. ഞങ്ങൾ പോയിട്ടുള്ളതാണ്, ഞങ്ങൾ പോവാറുള്ളതാണ്. പക്ഷേ അന്നൊന്നും കിട്ടാത്തൊരു ഫീലായിരുന്നു ഈ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം. കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയത് കൊണ്ടിട്ടാണ് നമുക്ക് കൂടുതലും ഈ ഗുണ കേവ് അതിനെപ്പറ്റി കുറച്ചും കൂടി ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവങ്ങൾ നടന്നത് എന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഈ ഒരു ഫിലിം കണ്ട് ഞാൻ അവരുടെ ഒത്തിരി ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ടിട്ടും എനിക്ക് ഭയങ്കര ഫീലായിരുന്നു അത് കണ്ടപ്പോൾ. പിന്നെ ഇത് ഫിലിം കണ്ടിട്ട് പോകുമ്പോഴായിരിക്കും കേട്ടോ നമുക്ക് കുറച്ചും കൂടി ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ. അപ്പോൾ ഉമ്മച്ചിയൊന്നും ഫിലിം കണ്ടിട്ടുണ്ടായില്ല, ഞാൻ കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അത് തന്നെ കേട്ടിട്ട് പോയപ്പോൾ ഭയങ്കര ഫീലായിരുന്നു. കൂടുതലും ആ ഒരു മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയത് കൊണ്ടിട്ട് തന്നെയാണ് നമുക്ക് വീണ്ടും അവിടെ പോയി ഒന്ന് കാണണമെന്ന് തോന്നിയത്. പക്ഷേ ഞങ്ങൾ തലേന്ന് മതിയാക്കി പോകാമെന്ന് വിചാരിച്ചതാണ്, അതായത് ടൂർ മതി എന്നുള്ളത്. പക്ഷേ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ടും നമുക്ക് നല്ല ഇടിവെട്ടൊക്കെ ഉള്ളത് കൊണ്ടിട്ടും നമുക്കങ്ങനെ വരാൻ പറ്റിയില്ല. ഇങ്ങനെ അവർ ആ ഫിലിമിലൊക്കെ കാണിക്കുന്നില്ല അവരിറങ്ങുന്നതും അതൊക്കെ ഒന്നും കൂടി കഥയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നേ. എങ്ങനെ ഇവർ ഇറങ്ങിയാവോ എന്നൊക്കെ പറഞ്ഞ് ഇവരെന്തിനാ അങ്ങോട്ട് പോയേ എന്നൊക്കെ ഉള്ള രീതിയിൽ അത് പോയോന്നിട്ടാണല്ലോ ഈ ഫിലിം ഉണ്ടായി. അപ്പം ഇതൊരു വലിയൊരു സ്റ്റോറി ആയിട്ട് തന്നെ എല്ലാവരും ആ ടൈമിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊന്നും നമ്മൾ ഓർത്ത് വെക്കുന്നൊന്നുമില്ല. പക്ഷെ ഇപ്പോഴാണ് ഫിലിം ഇറങ്ങിയ പിന്നെയാണ് ഇങ്ങനെ ഭയങ്കര ഒരു ഫീലായിട്ട് നമ്മളിത് കാണുന്നത്. ഗുണ കേവ് ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷെ അത്ര വലിയ ഫീലൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളവിടെ ഇരുന്ന് സുഭാഷയെ കുട്ടേട്ടാന്ന് വിളിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഗുഹയൊക്കെ എങ്ങനെയുണ്ടെന്ന് ഉള്ളിലേക്ക് നോക്കാൻ വേണ്ടത് ഇതുപോലെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. രസമായിരുന്നു, നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു ഫീലിംഗ്. ആ സ്റ്റോറി നമ്മൾ ഉള്ളിലേക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആ സ്റ്റോറി നന്നായിട്ട് ഇതുപോലെയുള്ള റിയൽ സ്റ്റോറീസ് നമ്മുടെ മനസ്സിലേക്ക് എന്തായാലും പതിയും അല്ലേ. അപ്പോൾ ആ ഒരു ഫീല് വെച്ച് നമ്മളവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇത്രയും നാളും ഞാൻ ആ ഗുണ കേവ് കണ്ടിട്ട് ഇത്രയും വലിയൊരു ഫീല് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു വട്ടം പോയി കഴിഞ്ഞപ്പോൾ ആ സ്റ്റോറി മനസ്സിൽ വെച്ച് പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് എന്തോ ഒരു ഫീലായിരുന്നു. ഒരിക്കലും കാണാത്തൊരു സ്ഥലം നമ്മൾ കണ്ട പോലൊരു ഫീലായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു ഗുണ കേവ് ഈ ഒരു ഫിലിം കണ്ടതിന് ശേഷം ഒന്ന് പോകാം കേട്ടോ. കാരണം അപ്പോഴായിരിക്കും കൂടുതൽ നമുക്ക് അവരുടെ കഥകളും കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂസൊക്കെ ഞാൻ കൂടുതൽ കണ്ടിട്ടുണ്ട് ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെയൊക്കെ. അതൊക്കെ കണ്ടിട്ട് നമ്മൾ പോകുമ്പോഴാണ് കൂടുതൽ ആ ഫീൽ, അവർ വരുന്ന വഴികൾ, ഇത് ഇവിടെയായിരുന്നു ആ ടീ ഷോപ്പ്, അതൊക്കെ നമുക്കിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. രസമായിരുന്നു, അടിപൊളി ഫീലായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ഡേ ആയിരുന്നു. ഇന്ന് പ്രതീക്ഷിച്ചില്ല ഈ ഒരു ദിവസം നിൽക്കും എന്നുള്ളത്. നമ്മൾ നേരെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നാട്ടിലേക്ക് വരികയായിരുന്നു ചെയ്തത്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ നിർത്തിയിരുന്നു. അതായത് നമുക്ക് സ്പേസ് കിട്ടുന്ന നല്ല മഴയായിരുന്നു. പഴനിയൊക്കെ എത്തിയപ്പോൾ നമുക്ക് ചെറിയൊരു നമ്മൾ വിചാരിച്ചു താറാവിനെ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡക്കിനെ വാങ്ങാൻ വേണ്ടി ഒരു ഷോപ്പിൽ നിർത്തിയപ്പോൾ ഒരു ഫുഡ് നിങ്ങൾ എങ്ങനെയാണ് എവിടെ നിന്നാണ് വരുന്നത്, നമ്മളെ കണ്ടപ്പോൾ മനസ്സിലായി മലയാളീസാണെന്ന്. അപ്പോൾ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഫുഡ് വെച്ചിട്ടാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വെക്കാനാണെങ്കിൽ ഇവിടെ നിന്ന് വെച്ചോ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മഴയായിരിക്കും, അങ്ങോട്ടൊക്കെ നല്ല മഴയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരൊരു സ്പേസ് അവരുടെ കടയിൽ തന്നെ പുറത്തായിട്ട് കുറച്ച് സ്പേസ് തന്നു. നമ്മളവിടെ ഫുഡൊക്കെ വെച്ച് കഴിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഡക്ക് കറി ആയിരുന്നു,
പിന്നെ സാധാ ചോറുമായിട്ടാണ് വെച്ചത്. പിന്നെ നമ്മൾ നൈറ്റത്തേക്ക് താറാവ് മുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു, ഗ്രേവിയൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ ചപ്പാത്തിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തിയും ഈ മുട്ടക്കറിയും കൂട്ടിയാണ് നൈറ്റ് കഴിച്ചേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ക്ലൈമറ്റൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഞങ്ങൾ വിചാരിച്ചു ഇന്നും അവിടെ പെട്ടുപോകുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, ലാസ്റ്റ് ഡേയും പെട്ടുപോകുമോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം നന്നായിട്ട് കോട മൂടിക്കെടുക്കുമായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നിർത്തിയൊക്കെയാണ് നമ്മൾ പോയത്. കാരണം മഴയല്ലോ, നല്ല മഴ ആയതുകൊണ്ടിട്ട് നമുക്ക് വരാനും ഒന്ന് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്ക് മാങ്ങ വാങ്ങാൻ നിന്നേ. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് വാവേനെ കണ്ടു. മാങ്ങ വെച്ചിട്ട് അവിടെ നിന്ന് തന്നെ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ കാറിലേക്ക് മാങ്ങ കയറ്റി എല്ലാവരോടും ഇരുന്ന് കഴിക്കുമായിരുന്നു. പോകാം, വാ, ടാറ്റാ. വാവയാണെങ്കിൽ ഞങ്ങൾ പോകാൻ പോയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു, കൂടെ വന്നോന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മാങ്ങയൊക്കെ കഴിച്ച് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങളൊരു കടയിൽ നിന്ന് പഴനിയൊക്കെ എത്തിയപ്പോഴാണ് ഫുഡൊക്കെ അവിടെ പ്രിപ്പയർ ചെയ്തത്, ലഞ്ച് പിന്നെ നൈറ്റിലേക്കുള്ളതും പ്രിപ്പയർ ചെയ്തത്. നല്ല മഴയായിരുന്നു, നമുക്ക് സ്പേസ് ഇതൊക്കെ ഒന്ന് വെക്കാനായിട്ടുള്ള സ്പേസ് ചെറുതായിട്ട് വന്ന വഴിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ പഴനി എത്തിക്കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡൊക്കെ വെച്ചത്. ഇറച്ചി വാങ്ങാൻ നിർത്തിയ സ്ഥലത്ത് ആ പയ്യനൊക്കെ ഭയങ്കര നമ്മളോട് നല്ല ഫ്രണ്ട്ലി ഒക്കെ ആയിട്ടായിരുന്നു കേട്ടോ പെരുമാറിയത്. നമുക്ക് ആ സ്പേസൊക്കെ തന്നു, വെച്ചോ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് സ്പേസൊക്കെ തന്നു. പിന്നെ മിനറൽ വാട്ടർ തീർന്നു പോയായിരുന്നു. അപ്പോൾ ആ പുള്ളി തന്നെ വന്നിട്ട് നമുക്ക് വെള്ളം വാങ്ങാനൊക്കെ ആയിട്ട് നമ്മളെ കൊണ്ടുപോയി. അങ്ങനെ വെള്ളമൊക്കെ വാങ്ങി കൊണ്ടുവരികയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പേസിലാണ് വെച്ചത്. പുള്ളി അവിടെ ഞങ്ങൾ ചോറ് വെക്കുന്ന ടൈമിൽ ഡക്കിനൊക്കെ ക്ലീൻ ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ 4 ദിവസത്തെ യാത്ര. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.